ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഓണം വ്ളോഗാണ്. അപ്പം ഞാൻ ഭയങ്കര കുടുംബിനി ലുക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ ഓണം പൂക്കളിടാൻ പോവാം. പൂക്കളെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അത്ര വലുതൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. അപ്പം ചെറുതാണെങ്കിലും പൂക്കളാണല്ലോ അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഇടാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏട്ടനെത്തും. അപ്പം ഏട്ടന് വരുന്നതിൻ്റെ മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് പൂട്ട് വെക്കാം എന്തായാലും. എന്നിട്ട് നമുക്ക് രാവിലത്തേക്ക് ദോശയും കടലയും ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടി നോക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പൂയിടാം. നമുക്ക് ഇനി ഫുഡ് ഉണ്ടാക്കാൻ പോവാം. പൂക്കളെല്ലാം ഇട്ടിട്ടുണ്ട്. ഏട്ടൻ എന്താകുമ്പോൾ വരാത്ത കുറച്ച് ലേറ്റ് ആവുന്നത് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഫുഡ് ഉണ്ടാക്കാൻ പോവാം. സമയം 6:45. ഇനിയിപ്പോൾ രാവിലത്തെ കടലക്കറിയും ദോശയോ അതും കൂടി ആക്കിയിട്ട് നമുക്ക് ഉച്ചക്കത്തെ പരിപാടി നോക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ രാവിലത്തെ പരിപാടി നോക്കുവാണ്. എൻ്റെ നാട്ടിലൊക്കെ പച്ചരീൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഇവിടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ എന്താ പറയുക, പച്ചരീൻ്റെ ദോശ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാനതിൽ കുറച്ച് തേങ്ങയും പച്ചരിയും ചോറും കുറച്ചിട്ടിട്ട് തേങ്ങയും ഇടും. തേങ്ങ അരക്കത്തില്ല. തേങ്ങ ഞാനങ്ങനെ അപ്പാടങ്ങനെ ഇടുക, ചിരണ്ടിയിട്ട് അങ്ങനെ ഇടുക ചെയ്യുക. പിന്നെ കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടലക്കറിയും ഇതും ആയപ്പോഴത്തേനും ഏട്ടിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ നിൽക്കുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടാൽ ശരിയാവത്തില്ല. എനിക്കെന്നെ പാത്രം കഴുകുമ്പോൾ മൊത്തം വെള്ളത്തിൽ കുളിക്കും. അപ്പം ദോശയും കറിയും സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ട് ഞാൻ വീഡിയോയിനകത്ത് ഉൾപ്പെടുത്തിയോന്ന് എനിക്കറിയാൻ പാടുള്ളൂ. എന്തായാലും ഏട്ടൻ വന്ന് കുളിക്കുന്നുണ്ട്. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, എന്താ പറയുക, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ടൈം കർണാടകത്തിൽ നിന്നും അച്ഛനും അമ്മയൊക്കെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പായസവും ബിരിയാണിയും ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, നോൺ വെജ് ഒക്കെ വെക്കും കേട്ടോ. ഇത് ഓണം എന്നുള്ള എല്ലാ ഫങ്ഷനും എന്ത് പരിപാടിയാണെങ്കിലും നോൺ വെജ് ഉണ്ടാവും. അതങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈം അമ്മേനെയും വിളിച്ചു. അമ്മയും അവിടെ നല്ല അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി, എന്താ പറയുക, കുറേ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പച്ചടിയും കിച്ചടിയും അവിയലും തോരനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അമ്മയും അനിയനും കൂടിയിട്ട് അവിടെ ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ പരിപാടി തുടങ്ങി. ഉച്ചക്കത്തെ പരിപാടി കുറച്ച് ലേറ്റായിപ്പോയി. എന്ന് വെച്ചാൽ എന്താ പറയുക, ഞങ്ങളുടെ പൈപ്പ് ഞങ്ങളെ ചതിച്ചു. ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ വന്ന് ആളൊക്കെ വന്നിട്ടായിരുന്നു റെഡിയാക്കിയത്. അപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഏട്ടൻ എനിക്ക് എന്താ പറയുക, ഇത് തേങ്ങ ചിരണ്ടി തന്നു. മോർണിംഗ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ട് അത് മാത്രമേ ഹെൽപ്പാക്കാൻ പറ്റി. എന്നുവെച്ചാൽ അത്രേ എനിക്ക് ആ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ടാസ്ക് ആയിട്ടുള്ളൂ, തേങ്ങ ചിരണ്ട. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടിയിട്ട് ആ പണിയും കൂടി അവിയലിനും എല്ലാത്തിനും വേണ്ടേ. അപ്പം തേങ്ങ ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം കഴിയത്തില്ലേ. അപ്പോൾ അത് ആ ഒരു കാര്യം ചെയ്തു തന്നു. എന്നിട്ട് പോയി കിടന്നുറങ്ങി. പിന്നെ ഞാൻ ചെറുതായിട്ട് തേങ്ങേൻ്റെ മേലെയുള്ളതൊക്കെ ഞാൻ കുറച്ചുണ്ടാവും. അതെനിക്ക് നല്ല വൃത്തിക്ക് വടിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഒന്നും കൂടി ഇതാക്കിയതാണ്.
അപ്പോൾ ഞാൻ തോരൻ ഫസ്റ്റ് ഉണ്ടാക്കി, പിന്നെ അവിയലുണ്ടാക്കി, പിന്നെ കൂട്ടുകറി ഉണ്ടാക്കി, പച്ചടി ഉണ്ടാക്കി, സാമ്പാർ, പായസം, ഇതൊക്കെ. പിന്നെ ഞാനൊരു ചിക്കനും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിക്കൻ മാത്രം വെച്ചില്ല, ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റി. കുറച്ച് ലേറ്റായിപ്പോയി. അത് ലേറ്റായി, കറക്റ്റ് ആ ടൈം ഉണ്ടായിരുന്നെങ്കിൽ ചിക്കനും കൂടി വെക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞാനിത് അവിയലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പം എന്താ അവിയലിന് ഒതുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, തേങ്ങ ചിരണ്ടി വെച്ചതുണ്ടെങ്കിൽ വേഗം വേഗം അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അപ്പുറത്ത് ഞാൻ ചോറ് വെച്ചതാണ്, വേഗം തന്നെ ചോറ് വാർത്തു. കടല ഇതിന് കൂട്ടുകറി ഉണ്ടാക്കത്തില്ലേ, അതിന്. അതിനിടയ്ക്ക് ഞാൻ ഫോണൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ലേറ്റ് ആയാലും നമ്മൾ ഫോൺ നോക്കുമല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇനി ജസ്റ്റ് എന്തൊക്കെയാണ് ആരൊക്കെ ഫോട്ടോ ഇട്ടത് ഇതാന്നൊക്കെ അത് ജസ്റ്റ് നോക്കി. പിന്നെ എന്താ കുറച്ച് പാത്രം ഞാൻ അപ്പം എന്താ പറയുക, അങ്ങനെ പാത്രം കഴുകി വെക്കും. എനിക്ക് പാത്രം കഴുകാൻ മടിയുള്ള കാര്യമാണ്. കൂട്ടി വെക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മളിങ്ങനെ കഴുകി വരുമ്പം ഇതാ ചെയ്യുന്നതിനെ കഴുകുന്നതാണ്. പക്ഷേ എങ്കിൽ പായസം ഉണ്ടാക്കുന്ന ടൈം എന്താ പറയുക, അപ്പാടപ്പാട് കഴുകാൻ പറ്റിയില്ല. അതെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പാടപ്പാട് കഴുകി വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഭയങ്കര ഇതായിരുന്നു അത് മാത്രം. അവരൊക്കെ വരുമ്പോൾ അടുക്കള ഭയങ്കരമായിട്ട് മെസ്സായിരുന്നു. അങ്ങനെ ഞാൻ പാലട പായസമായിരുന്നു ഉണ്ടാക്കിയത്. അട ഞാൻ എന്താ പറയുക, കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഹാഫ് കുക്കാക്കിയിട്ട് എടുത്തു. പിന്നെ മിൽക്ക് മെയ്ഡ്, തേങ്ങാപ്പാൽ, പാല് ഇതൊക്കെ ഒഴിച്ചിട്ടായിരുന്നു ഞാൻ പായസം ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എന്താ പറയുക, ഞാൻ പറയാതാ പാത്രം കഴുകേണ്ടത് ഞാനിങ്ങനെ പറയാം, അത്രയും ഉണ്ട്. അങ്ങനെ ഞാനിത് എന്തോന്നറിയില്ല, ഏട്ടനിങ്ങനെ നടന്ന് വരുന്നതിൻ്റെ ഒച്ച കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്കാണ്. അപ്പം അല്ല ഗൈസ്. അപ്പം അവിടെ നിന്ന് ജിബ്രേനോട് സംസാരിക്കാൻ തോന്നുന്നു. അതിനിടയ്ക്ക് ഞാൻ പപ്പടമൊക്കെ വാട്ടി. എന്താ പറയുക, ഇത് നല്ല ഒരു വൈബായിരുന്നു ഗൈസ്. ചെറിയൊരു ഓണം വൈബൊക്കെ കിട്ടി എനിക്ക്. കാരണം അത്രയും സദ്യ, ശരിക്കും ആ ഒരു സദ്യേൻ്റെ എല്ലാം കൂടിയിട്ട് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവത്തില്ലേ, അതൊക്കെ എനിക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ തന്നെ ഒറ്റയ്ക്കെല്ലാം ഉണ്ടാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ കുറച്ച് പണിയാണ്, പാടുപേട്ടം. അപ്പോൾ ഞങ്ങൾ 3 ആൾ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, ബാക്കിയുള്ള ആൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 4 മണിയായപ്പോൾ അവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പായസം പപ്പടം ഒക്കെ കുടിച്ചു. പിന്നെ അല്ലുക്കുട്ടി ഉണ്ടായിരുന്നു, അനീസ്ക്ക് അനുഷാദൊക്കെ ആയിരുന്നു. ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ ഓണത്തിന് എന്താ പറയുക അതിഥികളായി വന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ബീച്ചിലേക്ക് പോയി. കാരണം ഞാൻ അത്രയും ടയർഡായി ഇതാക്കിയൊക്കെ കൊണ്ട് എന്നോട് പറഞ്ഞു വാ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന്. ഒന്നുമില്ല, ജസ്റ്റ് പുറത്ത് പോയി അവിടെ കുറച്ച് നേരം ഇരുന്ന്. ഏട്ടന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പം ആ ടൈം ആകുമ്പം തന്നെ തിരിച്ച് വരണം. അതുകൊണ്ട് വേഗം പോയി വന്നു. രസം എന്താ പറയുക, ജസ്റ്റ് ഏട്ടൻ നൈറ്റ് പോയി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെയൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ നെറ്റിനും ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ എപ്പോൾ അപ്ലോഡ് ചെയ്യുക എങ്ങനെയാണ് വരികയെന്നൊന്നും അറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഗൈസ്